പേപ്പർ എടുക്കുകയാണെങ്കിൽ പുതിയ ഇൻഷൂർ, പുതിയ ടാക്സ്, പുതിയ റിന്യൂവൽ, ഫുള്ളായിട്ട് ഒക്കെ പുതിയത്. എത്ര പ്രൈസ് വരുന്നത്? ഇത് നമുക്ക് 60 രൂപ കൊടുക്കാം. 60 രൂപ കൊടുക്കാം. പ്രൈസ് 65 രൂപ കൊടുക്കാം. 65 രൂപ കൊടുക്കാം. ഓക്കെ, പ്രൈസ് കൊടുക്കാം. ഇത് നമുക്ക് 55 രൂപ കൊടുക്കാം. പ്രൈസ് കൊടുക്കാം. ഇതും അതും ഒരേ മാനുഫാക്ചർ ആണ്. പക്ഷെ ഇത് നമുക്കൊരു 90 രൂപ കൊടുക്കാം. ഒന്നുമില്ല, 2014 വരുന്നത്. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് നമ്മൾ 2,40 കൊടുക്കാം. 2,40,000. എത്ര ഫ്രണ്ട്സ് മുക്തറാണ്. അങ്ങനെ വീണ്ടും നമ്മളെ മൻസൂർ ഖാൻ അടുത്തേക്ക് വന്നിട്ടുണ്ട്. മൻസൂർ ഖാന്റെ വീട്ടിലേക്ക് വരുമ്പോൾ ഒരു സമാധാനം ഉണ്ടായിരുന്നു. ആ റബ്ബർ മരത്തിന്റെ ഇടയിൽ കൂടെ ഒക്കെ കയറി കുന്നും മലൊക്കെ കയറിയിട്ട് നിങ്ങളെ വീട്ടിലേക്ക് വരുമ്പോൾ അടിപൊളിയായി. പക്ഷെ അതൊക്കെ പോയി മൂപ്പര് ടൗണിലേക്ക് വന്നിട്ടുണ്ട്. അല്ലേ കാക്കേ, ടൗണിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൈസ് കൂടും? ഒരിക്കലുമില്ല. നമ്മൾക്ക് ആദ്യം വിളിച്ച ആൾക്കാരെ കസ്റ്റമറിനെ എപ്പോഴും വിളിക്കണത്. നമ്മൾ സാധാരണ എല്ലായിടത്തും 5 രൂപ ബഡ്ജറ്റ് കമ്മി ഇല്ലെങ്കിൽ വരണ്ട. പ്രൈസ് കുറവില്ലെങ്കിൽ നിങ്ങൾ വരണ്ട, നിങ്ങൾക്കുള്ള ഓഫറാണ്. ഓക്കെ, നമുക്ക് തരാൻ പോകുന്നത് ഇതാ 5 വർഷത്തെ പേപ്പർ എടുത്ത ആൾട്ടോ ഇങ്ങനെ തരാൻ പോകുന്നത് 60,000 രൂപയ്ക്ക്. ആൾട്ടോ ഏകദേശം 15 ആൾട്ടോ വരുന്നുണ്ട്. 15 ആൾട്ടോ വരുന്നുണ്ട്. 55 മുതൽ തുടങ്ങിയിട്ട് ഒരു 1,20, 1,10 അവസാനിക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ചെക്കന്മാർക്ക് അടിച്ചു പൊളിക്കാൻ പറ്റുന്ന ഒരു സെന്ന് വരുന്നുണ്ട്. സെന്ന് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്ത ഈ ഒരു മുതൽ KL7 എറണാകുളം ശേഷം വരുന്ന ഈ ഒരു മുതൽ ഇങ്ങനെ തരാൻ പോകുന്നത് 29 പേപ്പർ ഉണ്ട്. 29 പേപ്പർ ഉണ്ട്. 65 ചോദ്യങ്ങൾ നോക്കണ്ട, അതൊക്കെ കുറയ്ക്കണം നിങ്ങൾ ഉത്തരവാദിത്തമാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ഒരു ഐറ്റം വരുന്നുണ്ട്. ഐറ്റം 2029 വരെ പേപ്പർ എടുത്ത 2009 മോഡൽ ഇങ്ങനെ തരാൻ പോകുന്നത് 1,20,000 രൂപയ്ക്ക്. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ അൾട്ടോ ഉള്ള ഷോപ്പ് അല്ലെ, ഒരു 15ഓളം അൾട്ടോ വരുന്നുണ്ട്. അമേസ് വരുന്നുണ്ട്, നാനോ വരുന്നുണ്ട്. 2010 സ്വിഫ്റ്റ് ഒക്കെ വരുന്നത് എത്ര? 10 സ്വിഫ്റ്റ് നമുക്ക് 1,60 കൊടുക്കാം. 1,60 കൊടുക്കാം. മാക്സിമം റേറ്റ് കുറച്ചിട്ടാണെങ്കിൽ വണ്ടി തരാൻ പോകുന്നത്. പ്രൈസ് കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വരേണ്ടതാണ്. ഏതാ മോഡൽ വരുന്നത്? 2012. 2014 വാഗ്നർ വരുന്നത് 2,40,000. 2,40,000. 210 വരെ IDB ഉണ്ട്. 210 വരെ IDB, അതായത് ഒരു 30,000 രൂപ വണ്ടി സുഖമായിട്ട് ഇവിടെ ഇറക്കാൻ പറ്റുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ 2009 വാഗ്നർ 1,15 വരുന്നത്. ഇത് സത്യം പറഞ്ഞാൽ ഇത് ഫുൾ വീഡിയോ എടുത്ത് കഴിഞ്ഞ മൈൻഡ് കയറ്റിട്ട് ഓരോന്ന് പറയാട്ടോ. അപ്പൊ എന്തായാലും ജനങ്ങൾ വന്നുകൊണ്ട് വണ്ടി കണ്ടിട്ട് പോലെ ഇഷ്ടപ്പെട്ടിട്ട് പോലെ ആ വണ്ടി എടുക്കും നമുക്ക് തോന്നുകയാണെങ്കിൽ നമ്മളെ കൊണ്ട് ചായ പൈസ കിട്ടി നമ്മൾ കൊടുക്കും. ഓക്കെ, നമ്മൾ കറക്റ്റ് സ്പോട്ട് ഇവിടെ വരുന്നത് ഇത് ഇവിടെ തമ്പാനങ്ങാടി പറയാം. പാണ്ടിക്കാട് കുഞ്ഞ് ഇവിടുന്ന് 500 മീറ്റർ അങ്ങോട്ട് മലപ്പുറം മഞ്ചേരി പാണ്ടിക്കാട് റൂട്ടിൽ പാണ്ടിക്കാട് തന്നെ. പാണ്ടിക്കാട് തന്നെ വെറും 500 മീറ്റർ കൊണ്ട് ബാക്കി നിൽക്കുക. ഭാരത് പെട്രോൾ പമ്പ് കാണാം. അതിനോട് നേരെ ഓപ്പോസിറ്റ് ബിസ്മി യൂസർ 12 കിലോമീറ്റർ. മഞ്ചേരിന്ന് 12 കിലോമീറ്ററുള്ള ഉള്ളത്. അപ്പൊ ഞാൻ എല്ലാ വീഡിയോയിലും എല്ലാവരോടും പറയുന്ന ഒരൊറ്റ കാര്യം, ഇത്രക്കും വണ്ടി എനിക്ക് പൂർണ്ണമായും ചെക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ വണ്ടി നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ പൂർണ്ണമായും ചെക്ക് ചെയ്തിട്ട് വണ്ടി എടുക്കുന്നത്. പിന്നെ പറയാനുള്ളത്, നമ്മൾ കസ്റ്റമറിനോട് ഫോൺ കൂടെ ബന്ധപ്പെട്ട് വണ്ടി വീഡിയോ കണ്ടുകാണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ ക്യാഷ് അടക്കാന്നുണ്ടെങ്കിൽ വണ്ടി എവിടെ അത് ചെയ്യരുത്. അല്ല, വണ്ടി കൊണ്ടേ കൊടുക്കാം നമ്മള്. പക്ഷെ പിന്നീട് പറയാൻ പാടില്ല. അതാ പറഞ്ഞത്, അങ്ങനെ നിങ്ങൾ എടുക്കാത്ത നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ എന്നാളിപ്പോ കർണാടകത്തേക്ക് കൊണ്ടേ, മംഗലാപുരത്തേക്ക് കൊണ്ടേ, പിന്നെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടേ, ഒക്കെ നീറ്റായിട്ടുള്ള ഡീലിംഗ്. സെക്കൻഡ് ഹാൻഡ് വണ്ടിയല്ലേ. വണ്ടി എവിടുന്ന് എടുക്കുകയാണെങ്കിൽ അത് അവര് വന്ന് പൂർണ്ണമായും അവരോട് നമ്മൾ കാര്യങ്ങൾ പറയും. അതിന് അവർക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ എടുക്കുക. അവർക്ക് വിശ്വാസം ഞാനില്ല, അത് നിങ്ങളും മൂപ്പരായിട്ട് അങ്ങനെ മാറി അതല്ല മാറി നിൽക്കണില്ല. അവരോട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് നമ്മളോട് വണ്ടി എത്തിക്കാണല്ലോ. കംപ്ലൈന്റിലെ വണ്ടിയാണെങ്കിൽ അവർക്ക് എത്തൂലല്ലോ. അത് ശരിയാണ്. നമ്മൾ സെക്കൻഡ് ഹാൻഡ് വണ്ടിക്ക് നമ്മൾ ഗ്യാരണ്ടി ഒന്നും കൊടുക്കൂല. നിലവിലുള്ള കണ്ടീഷൻ വെച്ചുകൊണ്ട് അവർ പകുതി പൈസ അടക്കാന്നുണ്ടെങ്കിൽ എവിടെ വണ്ടി കൊണ്ടേ കൊടുക്കുക. അതിനുള്ള ചെലവ് തരുമാണ്. നേരെ മറിച്ച് അവർ വന്ന് വണ്ടി കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് വണ്ടികൾ കൊടുക്കുന്ന ട്രാവൽ ചെയ്യണമെങ്കിൽ അതിന്റെ പൈസ കൊടുത്താൽ അതും നമ്മൾ ചെയ്തു തരാം. നമ്മുടെ അതിലെ ചെറുക്കന്മാരുണ്ടാവുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അതൊക്കെ നിങ്ങളെ ഇഷ്ടം. ഞാൻ എന്റെ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ എന്തായാലും മൻസൂർ ഖാന്റെ നമ്പർ കാര്യങ്ങളൊക്കെ അടിയിൽ കൊടുക്കാം. നേരെ നമുക്ക് പിന്നെ ഒന്നാമത് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് വരുന്നത് ഒക്കെ സാധാരണക്കാർക്ക് പറ്റിയ വണ്ടികളാണ്. ഓലകൊന്നും നമ്മൾ കൂടുതൽ വാങ്ങിയിട്ട് കാര്യമില്ല. ചെറിയൊരു ലാഭം കിട്ടിയാൽ നമുക്ക് കൊടുക്കാം. സാധാരണക്കാർ ഇഷ്ടപ്പെട്ടുകൊണ്ട് വണ്ടി വാങ്ങണേക്കാരം. അല്ലാതെ ലക്ഷങ്ങളോ മുടക്കിക്കൊണ്ടുള്ള വണ്ടികളല്ല. അപ്പൊ ചെറിയ ശമ്പളത്തിന് വേണ്ടി എടുത്തുകൊണ്ട് വാങ്ങണേക്കാരം. അപ്പൊ നമ്മളെ കൊണ്ട് കഴിഞ്ഞ പരമാവധി നമ്മൾ കുറച്ച് കൊടുത്തിട്ട് എല്ലാവർക്കും ഒരു വണ്ടി ആവട്ടെ. ഓക്കെ, അപ്പൊ എന്തായാലും നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, തന്നെ ഈ ഒരു ഐറ്റം തുടങ്ങാം. ഏതാ മോഡൽ വരുന്നത്? 2009 29 പേപ്പർ. 29 വരെ പേപ്പർ. ഓൺഷിപ്പ് സെക്കൻഡ്. കിലോമീറ്റർ 65,000. റീപേസ് ഉണ്ടോ? റീപേസ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? ലാസ്റ്റ് നമുക്ക് 1,20 ചോദിക്കണത്. 1,20 കൊടുക്കാം. 1,20 ഫൈനൽ ആയിട്ട് കൊടുക്കാം. ഓക്കെ, ഡാഡ്സൺ ഗോ പിന്നെ 2014 ആണ്. 2014 ഫുൾ ഓൺ കാരണം വണ്ടികളാണ്. ഓൺഷിപ്പ് സെക്കൻഡ്. കിലോമീറ്റർ 75,000. റീപേസ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? 1,45. ഓക്കെ, സെന്നിലേക്ക് പോയാലോ? അതെ. ഓക്കെ, ഫസ്റ്റ് തന്നെ നമ്മൾ ലോ ബഡ്ജറ്റുള്ള വണ്ടികളാണ് നോക്കുന്നത്. സെന്ന് KL7 ഏതാ മോഡൽ വരുന്നത്? ഇത് 2000 മോഡല്. 2000 മോഡല്. കുട്ടികൾ പിന്നെ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ ഫിറ്റിംഗ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സീറ്റ് കാര്യങ്ങള്
ഓൺഷിപ്പ് 29 പേപ്പർ ഉണ്ട്, 29 വരെ പേപ്പർ ഉണ്ട്. ഓൺഷിപ്പ് സെക്കൻഡ്. കിലോമീറ്റർ ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. വണ്ടി ക്വാളിറ്റിയിലെ വണ്ടിയാണ്. ഡീസൽ അല്ലേ? പെട്രോൾ പെട്രോൾ ആണ് വരുന്നത്. പ്രൈസ് ആണ് വരുന്നത് 65 രൂപ കൊടുക്കുക. ഓക്കെ, ഈ ഒരു 800 ഇത് നമ്മൾ പേപ്പർ എടുക്കാൻ കൊണ്ടുപോവാണ്. പേപ്പർ എടുത്തുകൊണ്ട് പിന്നെ 45 രൂപ കൊടുക്കാം. ഏതാ മോഡൽ? 2000 മോഡലാണിത്. 2000 മോഡല് 45 രൂപ കൊടുക്കാം. പുതിയ പേപ്പർ എടുത്തിട്ട് കൊടുക്കാം. ഓക്കെ, അതേപോലെ തന്നെ ഈ ഒരു ആൾട്ടോ, അതെ, ഇത് 2007 ആണ്. 2007 AC പവർ സ്റ്റാറിംഗ് 27 പേപ്പറിലെ വണ്ടിയാണ്. നമ്മൾ 70 രൂപ കൊടുക്കാം. 75. ഓൺഷിപ്പ് പറഞ്ഞത്? ഓൺഷിപ്പ് സെക്കൻഡ്. കിലോമീറ്റർ ഒക്കെ ഒന്നിനുള്ളിൽ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ, ഈ ഒരു ആൾട്ടോ ഇത് നമുക്ക് ഓഫർ പ്രൈസ് കൊടുക്കാം. ഇത് നമുക്ക് 55 രൂപ കൊടുക്കാം. ഏതാ മോഡൽ? 2006 ആണ്. 2006 26 വരെ പേപ്പർ. ഓൺഷിപ്പ് പറഞ്ഞത്? ഓൺഷിപ്പ് സെക്കൻഡ് ഉണ്ടാവും. കിലോമീറ്ററും തന്നെ ഒന്നിന്റെ ഉള്ളിൽ ഒന്നിന്റെ പുറത്തോ? ഒന്നിന്റെ ഉള്ളിൽ. ഓക്കെ, ഈ ഒരു അമേസ് ഡീസൽ ആണോ പെട്രോൾ ആണോ? ഇത് ഡീസലാണ്. ഏതാ മോഡൽ വരുന്നത്? 2019. ഓൺഷിപ്പ് സെക്കൻഡ് അല്ലേ? സെക്കൻഡ്. കിലോമീറ്റർ 88. റീപ്ലേസ് ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? 6 ലക്ഷം രൂപ അല്ലേ? 2019. ഓക്കെ, ഈ ഒരു ആൾട്ടോ? ഈ ആൾട്ടോ 2011. ഏതാ ഓപ്ഷൻ വരുന്നത്? ഇത് AC പവർ സ്റ്റാറിംഗ് കാര്യങ്ങളൊക്കെ വരുന്നത്. സാധാരണ ആൾട്ടോ വരുന്ന ഇത്. ഓക്കെ, ഓൺഷിപ്പ് പറഞ്ഞത്? ഓൺഷിപ്പ് സെക്കൻഡ്. കിലോമീറ്റർ തന്നെ 85,000. ലാസ്റ്റ് ഫൈനൽ പ്രൈസ്? ലാസ്റ്റ് നമുക്ക് 1.35 കൊടുക്കാം. 1.35. 2011 30 പറഞ്ഞാൽ 30 ഒരു ബാറ്ററി വന്നിട്ട് നമുക്ക് പാർട്ടി എടുക്കാൻ എന്ത് ചെയ്ത് കൊടുക്കാം. ഓക്കെ, കേൾപ്പാണ്ട് വടകര രജിസ്ട്രേഷൻ. ഇത് 2010. LXI. ഓൺഷിപ്പ് ഇത് ഫസ്റ്റ് ആണ്. കിലോമീറ്റർ തന്നെ 90,000 ഓടിയിട്ടുണ്ട്. ഓക്കെ, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ലാസ്റ്റ് 1.25 പറയുന്നത്. 1.25. ഒരു ബാറ്ററി പാർട്ടി വന്നിട്ട് നമ്മൾ ഒരു എടുക്കുന്നതാണ് നമുക്ക് പരമാവധി ചെയ്ത് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് ഒരുപാട് ഓഫർ പ്രൈസ് കൊടുക്കാം. ഇത് ഒരേ മാനുഫാക്ചർ ആണ്. പക്ഷെ ഇത് നമുക്കൊരു 90 രൂപ കൊടുക്കാം. ചെറിയ പൊട്ടുണ്ട്. 2010 സെക്കൻഡ് ഓൺഷിപ്പ്. ഓക്കെ, ലാസ്റ്റ് 90 രൂപ കൊടുക്കാം. ഓക്കെ, ഈ ഒരു ആൾട്ടോ? ഈ ആൾട്ടോ 2011 ആണ്. 2011. ഓൺഷിപ്പ് സെക്കൻഡ്. 3 ആയിട്ടുണ്ട്. 3 ആയിട്ടുണ്ടല്ലേ? നമുക്ക് 1.25 കൊടുക്കാം. 1.25 കൊടുക്കാം. എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? കിലോമീറ്റർ തന്നെ ഒന്നിന്റെ അടുത്ത് ഓടിയിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ, ഈ ഒരു വാഗനറോ? 2014 ആണ്. 2014. LXI ആണ്. LXI. ഓൺഷിപ്പ്? ഓൺഷിപ്പ് സെക്കൻഡ് ആണ്. ഫസ്റ്റ് ക്ലാസ് 2 ലക്ഷം രൂപ IDB ഒക്കെ ഉണ്ട്. ഇനിയിപ്പോ ലോൺ ആൾക്കാരുടെ സുഖമാണ്. ഓക്കെ, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 2014 ആണ് വരുന്നത്. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് നമ്മൾ 2.40 കൊടുക്കാം. 2,40,000. എത്ര ലോൺ കയറും? ലോൺ എങ്ങനെയായാലും 2 രൂപ കയറും. 2 രൂപ ലോൺ കയറും. ആ ഒരു നാനോ? ഈ നാനോ 2012-13 വണ്ടിയാണ്. 2012-2013 വണ്ടി. ബേസിക് മോഡലാ? ബേസിക് മോഡല്. ഓൺഷിപ്പ് സെക്കൻഡ്. കിലോമീറ്റർ തന്നെ ഒരു 55,000 ഓടി ഉണ്ട്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് നമുക്ക് 50 രൂപ കൊടുക്കാം. 50 രൂപ കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ഈ ഒരു നാനോ XT ആണ് വരുന്നത്. ഡിക്കി ഓപ്പണാ? അതെ. ഓക്കെ, ഏതാ മോഡല്? ഡിക്കി ഓപ്പൺ ആണ്. ഫുൾ ഓപ്ഷൻ ആണ്. AC പവർ സ്റ്റാരിംഗ്, പവർ വിൻഡോ ഒക്കെ. ഇൻഷുറൻസ്, പുതിയ ഇൻഷുറൻസ്. മോഡൽ വരുന്നത്? മോഡൽ 2016. എത്ര പ്രൈസ് വരുന്നത്? ഇത് നമ്മൾ 1.25 ചോദിക്കണത്. നല്ല പാർട്ടി നമ്മൾ കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് 1.20 കൊടുക്കാം. 1.20 കൊടുക്കാം. ഓൺഷിപ്പ് സെക്കൻഡ്. കിലോമീറ്റർ തന്നെ 55,000 കിലോമീറ്റർ. ഓക്കെ, ഞാൻ അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്ന ഈ ഒരു ആൾട്ടോ 2011-12 വണ്ടിയാണ്. 2011-2012 രജിസ്ട്രേഷൻ. 27 പേപ്പറിലെ വണ്ടിയാണ്. 27 പേപ്പർ. ഓൺഷിപ്പ് സെക്കൻഡ്. കിലോമീറ്റർ തന്നെ ഒരു 90,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ലാസ്റ്റ് ഫൈനൽ പ്രൈസ് നമുക്ക് 1.20 കൊടുക്കാം. 1.20 കൊടുക്കാം. ഓക്കെ, ഈ ഒരു ആൾട്ടോ? ഈ ആൾട്ടോ തന്നെ AC പവർ സ്റ്റാരിംഗ് സാധാരണക്കാരന് പറ്റിയ വണ്ടികളാണ്. ഒരു 8-10 ആൾട്ടുകളുണ്ട്. ഈ ആൾട്ടുകൾ തെരഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ നമ്മുടെ അടുത്തേക്ക് പറ്റേ 2006-2027 ആൾട്ടോ ഏതാ പറ്റുന്ന ചിങ്ങികൾക്കുണ്ടോ? ഓക്കെ, ഈ ഒരു ആൾട്ടോ എത്ര കൊടുക്കാം? ഇത് 2006 ആണ്. 2026 വരെ 2 വർഷം കൊണ്ട് പേപ്പർ ഉണ്ട്. AC പവർ സ്റ്റാരിങ്ങും എല്ലാം ഉള്ള വണ്ടിയാണ്. ഒരു മാരുതിന്റെ കാര്യമുള്ളൂ. എത്ര പ്രൈസ്? നമുക്ക് ഇത് 80 രൂപ നമുക്ക് ചോദിക്കണത്. പാർട്ടി ബാറ്ററി വന്നിട്ട് നമുക്ക് 75 രൂപ കൊടുക്കാം. 75 രൂപ കൊടുത്ത്. ഓക്കെ, ഈ ഒരു ആൾട്ടോ? ഈ ആൾട്ടോ 2009 ആണ്. 2009. പുതിയ പേപ്പർ എടുത്തതാണ്. 2029 വരെ പേപ്പർ. ഓൺഷിപ്പ് സെക്കൻഡ്. കിലോമീറ്റർ തന്നെ 90,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ലാസ്റ്റ് ഫൈനൽ പ്രൈസ് 1.15 പറയുന്നത്. നമ്മൾ 1.10 നമുക്ക് 1.10 ലാസ്റ്റ് ഫൈനൽ അടിക്കാം. ഓക്കെ, ഈ ഒരു ആൾട്ടോ? ഈ ആൾട്ടോ ഇത് ചെറുതായിട്ട് ചെറിയ ടച്ചപ്പും സെറ്റ് ചെയ്യാണ്ട് അത് നമ്മൾ ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇത് 75 രൂപ കൊടുക്കാം. 75 രൂപ. ഏതാ മോഡൽ? 2006. 75 രൂപ കൊടുക്കാം. ഈ ഒരു ആൾട്ടോ 800? AC പവർ സ്റ്റാരിംഗ് വണ്ടിയുള്ളത്.
ഓക്കെ ഈ ഒരു ആൾട്ടോ എണ്ണൂറോ? ഇത് ആൾട്ടോ 800 2013 വണ്ടിയാണ്. 2013. AC, പവർ സ്റ്റാരിങ്, പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടികളാണ്. ഓണർഷിപ്പ് ആരത്? ഓണർഷിപ്പ് പിന്നെ ഫസ്റ്റ് ഓണർഷിപ്പാ. ഫസ്റ്റ് ഓണർഷിപ്പ്. എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? ഓടിച്ചിട്ട് 75,000 കിലോമീറ്റർ. റീപ്ലേസ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് നമ്മൾ 1.3 കൊടുക്കാം. 1.75 കൊടുക്കാം. ഓക്കെ ഈ ഒരു ഇയോണോ? ഈ ഒരു ഇയോണ് 2014 ആണ്. 2014. ഏതാ ഓപ്ഷൻ വരുന്നത്? ഇത് പിന്നെ മേഘന. ഓണർഷിപ്പ് ഫസ്റ്റ്. കിലോമീറ്ററോ? കിലോമീറ്റർ ഒക്കെ ഒരു 70,000 ഓടിയിട്ടുണ്ട്. ഓക്കെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് നമ്മൾ 1.60 കൊടുക്കാം. 1.60 കൊടുക്കാം. 2014 അല്ലേ പറഞ്ഞത്? 2014 നല്ല ഗ്യാപ്പുള്ള വണ്ടികളാണ്. ഓക്കെ ഇനി 2009 2029 പേപ്പറിലാണ് VXI മോഡൽ വരുന്നതാണ്. വണ്ടി നല്ല ക്വാളിറ്റി, ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. ഓണർഷിപ്പ് ഇത് നമ്മൾ ഓണർഷിപ്പ് 3 ആയിട്ടുണ്ട്. കിലോമീറ്ററോ? കിലോമീറ്റർ തന്നെ ഒരു 1ന്റെ അടുത്ത് ഓടിയിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ അല്ലേ നല്ല ചെയ്ത വണ്ടിയാണ്. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? ലാസ്റ്റ് നമുക്ക് 1.40 കൊടുക്കാം. 1.45 കൊടുക്കാം. ഓക്കെ ഈ ഒരു ആൾട്ടോ? ഈ ആൾട്ടോ 2008 ആണ്. 2008. അതൊക്കെ നല്ല ക്വാളിറ്റി വണ്ടികളാണ്. ഓണർഷിപ്പ് ഇത് പിന്നെ സെക്കൻഡ്. എത്ര കിലോമീറ്റർ ഓടിച്ചു? ഇൻഷുറൻസ് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പുതിയ എടുത്തു കൊടുക്കും. 2028 വരെ പേപ്പർ ഉണ്ട്. ഓക്കെ ലാസ്റ്റ് ഫൈനൽ പ്രൈസ് 1.10 ചോദിക്കുന്നത്. 1.10 ചോദിക്കുന്നത്. ഓക്കെ ആ ഒരു വാഗണറോ? ഈ വാഗണർ 2010 വണ്ടിയാണ്. 2010 സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ടയറും കാര്യമുണ്ട്, AC ഉണ്ട്. ഇത് നമ്മൾ 1.20 ചോദിക്കുന്നത്. VXI ആണ് വരുന്നത്. 79,000 കിലോമീറ്റർ ഓടിച്ചിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ ഈ ഒരു ഇയോൺ അങ്ങനെ ഡീറ്റെയിൽസ് 2013 ഓണർഷിപ്പ് ഇത് പിന്നെ സെക്കൻഡ്. കിലോമീറ്ററോ? കിലോമീറ്റർ ഒക്കെ 55,000 ഓടിയിട്ടുള്ളൂ. 55,000 കിലോമീറ്റർ ഓടിച്ചുള്ളൂ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? നമ്മൾ 1.50 കൊടുക്കാം. 1.55 കൊടുക്കാം. ഓക്കെ നെക്സ്റ്റ് വന്ന ഈ ഒരു ഇയോണോ? ഇത് പിന്നെ മേഘനയാണ്. അല്ല ഇത് ഇറാ പ്ലസ് അല്ലേ? ഇറാ പ്ലസ്. 2012. ഓണർഷിപ്പ് പറഞ്ഞത്? ഓണർഷിപ്പ് അതും സെക്കൻഡ് തന്നെ. കിലോമീറ്റർ തന്നെ 60,000. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് 1.5 രൂപ കൊടുക്കാം. 1.5 ലക്ഷം രൂപ കൊടുക്കാം. ഈ ഒരു ടിയാഗോ എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? പിന്നെ 2019 ഓണർഷിപ്പ് സെക്കൻഡ്. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? 360. എത്ര ഓട്ടം പറഞ്ഞത്? ഓട്ടം പിന്നെ 1.ന് മേലെ ഓടിയിട്ടുണ്ട്. 1.ന് മുകളിൽ ഓടിയിട്ടുണ്ട്. എത്ര ലോൺ കയറും? ലോൺ എങ്ങനെയാലും ഇപ്പോൾ ഒരു 2-2.5 റുപ്യൊക്കെ മാക്സിമം കയറും അല്ലേ? 2021 ഓണർഷിപ്പ് ആയിരുന്നത്? ഓണർഷിപ്പ് ഇത് ഫസ്റ്റ് ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 70,000. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് 3.25 രൂപ. 3.25 കൊടുക്കാം. ഓക്കെ ഈ ഒരു ആൾട്ടോ? ഇത് 2018. ഓണർഷിപ്പ് ഇത് ഫസ്റ്റ്. കിലോമീറ്റർ എത്ര? 56,000. 60,000 ഉള്ളിൽ. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ലാസ്റ്റ് ഫൈനൽ പ്രൈസ് ഇത് നമുക്ക് 1.7 കൊടുക്കാം. 2.7. ഓക്കെ ഈ ഒരു 800? ഈ 800 2016 ആണ്. 2016. ഓണർഷിപ്പ് ഫസ്റ്റ്. എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? കിലോമീറ്റർ ഇതും തന്നെ ഒരു 7,000 കിലോമീറ്റർ അടുത്ത്. റീപ്ലേസ്മെന്റ്. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് നമ്മൾ പിന്നെ നമുക്കൊരു 1.30 കൊടുക്കാം. 2.30 കൊടുക്കാം. ഓക്കെ ഈ ഒരു സാൻഡ്രോ? ഈ സാൻഡ്രോ 2007 ആണ്. തേർഡ് ഓണർഷിപ്പ്. എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? കിലോമീറ്റർ ഒക്കെ ഒരു 70-75. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? ലാസ്റ്റ് നമുക്ക് ഒരു 7 കൊടുക്കാം. ഓക്കെ ഈ ഒരു സാൻഡ്രോ? 2008 ആണ്. 2008. ഓണർഷിപ്പ് പിന്നെ സെക്കൻഡ്. കിലോമീറ്റർ തന്നെ ഒരു 80,000 കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് ഇത് നമുക്കൊരു 80 രൂപ കൊടുക്കാം. 80 രൂപ കൊടുക്കാം. ഓക്കെ മൻസൂർക്ക ഈ ഒരു സ്വിഫ്റ്റ് ഏതാ മോഡൽ വരുന്നത്? 2011-12 വണ്ടിയാണ്. 2011-12 ഡീസലോ പെട്രോളോ? ഡീസൽ. ഇത് ZDA ആണ്. വരുന്നത്. ഓണർഷിപ്പ് ആരത്? ഫസ്റ്റ് ഓണർഷിപ്പ്. എത്ര കിലോമീറ്റർ? പിന്നെ ഇത് IDV തന്നെ 2.5 ലക്ഷം രൂപ IDV ഉണ്ട്. 2.5 ലക്ഷം രൂപ. ഓക്കെ പ്രൈസ് വരുന്നത്? പ്രൈസ് നമുക്ക് 3.40. 2012 വണ്ടിയാണ്. ZDA ആണ്. ഡീസലാണ്. അലൈവിലും കാര്യം ZDAക്ക് വരുന്ന ഫുൾ ഓപ്ഷൻ ആണ് വരിക. ഇനി ഒരു പാർട്ടി വെറ്റ് വന്നിട്ട് നമുക്ക് പരമാവധി ചെയ്ത് കൊടുക്കാം. ഓക്കെ ഈ ഒരു ഈക്കോ? 2016. 2016. AC ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർഷിപ്പ്. കിലോമീറ്റർ തന്നെ 68,000 കിലോമീറ്റർ ഓടിച്ചിട്ടുള്ളൂ. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ലാസ്റ്റ് ഫൈനൽ പ്രൈസ് നമുക്ക് 2.60 കൊടുക്കാം. 2,60,000 കൊടുക്കാം. ഓക്കെ ഈ ഒരു ഒമിനിയോ? ഇത് ഒമിനി 2013. 2012. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്. എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? കിലോമീറ്റർ തന്നെ 1.5 ഓടിയിട്ടുണ്ട്. ഓക്കെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് നമുക്ക് 1.20 കൊടുക്കാം. 1.20 കൊടുക്കാം. ഓക്കെ ഈ ഒരു ഈക്കോ?
ഈ 2011 12 വണ്ടി 2011 2012 വണ്ടി. ഓൺഷിപ്പ് ആയിരുന്നത് ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർഷിപ്പ്. എത്ര കിലോമീറ്റർ വെച്ചിട്ടുണ്ട്? കിലോമീറ്റർ തന്നെ 1.5 കൂടി ഉണ്ട്. ഒന്നിന്റെ അടുത്ത് റീപ്ലേസ് ഇല്ല. ലാസ്റ്റ് ഫൈനൽ പൈസ നമുക്ക് 1.5 രൂപ കൊടുക്കാം. 1.5 ലക്ഷം രൂപ കൊടുക്കാം. ഓക്കെ, ഈ ഒരു അമ്മനിയോ? ഇത് 2013 വണ്ടിയാണ്. 2013 ഓൺഷിപ്പ്. ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർഷിപ്പ്. ഫസ്റ്റ് ഓണർഷിപ്പ്. ലാസ്റ്റ് ഫൈനൽ പൈസ നമുക്ക് 1.30 കൊടുക്കാം. 1.30 കൊടുക്കാം. ഓക്കെ, ഇതേതാ മോഡൽ വരുന്നത്? ഇത് 2018. 2012 സെക്കൻഡ് ഓണർഷിപ്പ് അല്ലേ? ലാസ്റ്റ് ഫൈനൽ പൈസ എത്ര വരുന്നത്? ഇത് റീ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ കിലോമീറ്റർ കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ചെക്ക് ചെയ്തോട്ടെ. ഓക്കെ, പൈസ 6 ലക്ഷം രൂപ. അതേപോലെ തന്നെ എത്തിയോസ് വരുന്നുണ്ട് 2016 അല്ലേ? 2016 സെക്കൻഡ് ഓണർഷിപ്പ്. ഇതെങ്ങനെ പ്രൈസ് വരുന്നത്? ഇത് 4.3. 4.3 ആണ്. എത്ര ലോൺ കയറും? ലോണൊക്കെ എങ്ങനെയാലും ഒരു 3.5 രൂപ നമുക്ക് കയറും. 3.5 കയറും അല്ലേ? റീ ആണ് വരുന്നത്. അതേപോലെ തന്നെ ഒരു അൾട്ടീസ് വരുന്നുണ്ട്. അൾട്ടീസ് 2011 അല്ലേ പറഞ്ഞത്? 2011 സെക്കൻഡ് ഓണർഷിപ്പ്. ലാസ്റ്റ് ഫൈനൽ പൈസ എത്ര? 4.5 ചോദിക്കുന്നുണ്ട്. ഇത് ലോൺ കയറും? എത്ര കയറും? ലോൺ ഇപ്പൊ എങ്ങനെയായാലും 3 രൂപ ലോൺ കയറും. 3 രൂപ ലോൺ വരെ കയറും അല്ലേ? ഇത് അൾട്ടോ വരുന്നത് ഇത് 2004 മോഡലാണ്. 2004 പുതിയ പേപ്പർ പേപ്പർ എടുക്കാൻ പുതിയ ഇൻഷൂർ, പുതിയ ടാക്സ്, പുതിയ റിന്യൂവല്, ഫുൾ ആയിട്ട് ഒക്കെ പുതിയത്. എത്ര പ്രൈസ് വരുന്നത്? ഇത് നമുക്ക് 60 രൂപ കൊടുക്കാം. 60 രൂപ കൊടുക്കാം അല്ലേ? ഇനി ഒരു 5 വർഷത്തെ പേപ്പർ എടുത്തിട്ട് 60,000 രൂപ നമുക്ക് കൊടുക്കാം. ഓക്കെ, മൻസൂർ, നമ്മൾ എന്തായാലും ഒരുപാട് വണ്ടികൾ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ കറക്റ്റ് സ്പോട്ട് എവിടെ വരുന്നത്? ഇത് മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് ഭാരത് പെട്രോൾ പമ്പിന്റെ തൊട്ടടുത്ത്. പാണ്ടിക്കാട് നമ്മൾ മലൊക്കെ കയറി റബ്ബർ മരത്തിന്റെ പോലെ അതൊക്കെ മാറി ഫുൾ സെറ്റപ്പ് ജനങ്ങളുടെ സൗകര്യത്തിന് വേണ്ടിയാണ് നമ്മൾ ടൗണിലേക്ക് പോകുന്നത്. മഞ്ചേരിന്ന് 12 കിലോമീറ്റർ ഇവിടുത്തെ പൈസ കൂടും. മഞ്ചേരിന്ന് 12 കിലോമീറ്റർ അതൊക്കെ ഇറക്കി ഇവിടെ വന്ന് വിചാരിച്ചാൽ പൈസ ഒന്നും കൂടുന്നില്ല. ഒരിക്കലും ഒരിക്കലും കൂടുതൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല നമുക്ക്.